നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. നിനക്കല്പമേ ശക്തി ഉള്ളുവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും നമുക്ക് യഥാർത്ഥമായ ഒരു വിജയം കൈവരിപ്പാൻ സാധ്യമല്ല. നമ്മളിലുള്ള കഴിവോ ശക്തിയോ ഒരുപക്ഷെ അത് കുറവായിരിക്കാം. മറ്റുള്ള മനുഷ്യരെ നോക്കുമ്പോൾ നമുക്കതിൽ വളരെ പരിധികളും പരിമിതികളും ഉള്ളതുകൊണ്ട് അത് വളരെ കുറവായി നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ അത് ദൈവസന്നിധിയിൽ വരുമ്പോൾ, ദൈവം പാകെ വരുമ്പോൾ അല്പമേ ശക്തി നമുക്കുള്ളെങ്കിലും വേണ്ടതുപോലെയുള്ള വലിയ ആവേശമോ ഉണർവോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇല്ലെങ്കിലും നാം ദൈവസന്നിധിയിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ശക്തി കുറഞ്ഞാലും കൂടിയാലും, നമ്മൾ ശക്തന്മാരാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ നാം ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ നമ്മൾ വായിച്ചത്, നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും, അവിടെ ദൈവം കാണുന്നൊരു ക്വാളിറ്റി, നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നാം അറിഞ്ഞ വചനം, നാം മനസ്സിലാക്കി അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന സത്യവചനം, ആ ദൈവവചനത്തെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നീ എൻ്റെ വചനം കാത്തു. രണ്ട്, എൻ്റെ നാമം നീ നിഷേധിച്ചില്ല. ദൈവനാമത്തിനു വേണ്ടി നിൽക്കുവാൻ, ദൈവവചനപ്രകാരം ജീവിക്കുവാൻ, ദൈവവചനപ്രകാരം നമ്മുടെ കാലുകളെ മുന്നോട്ട് വെച്ചുകൊണ്ട് ദൈവാശ്രയമുള്ളവരായി ദൈവത്തിൽ ശരണപ്പെട്ട് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മെ എത്ര ബലഹീനതകളോ കുറവുകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മെ ശക്തന്മാരാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പൗലോസിൻ്റെ ജീവിതത്തിലെ ശൂലം മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത മറുപടി നമുക്കറിയാം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അപ്പം നമ്മളിൽ അല്പം ശക്തിയുള്ളൂവെങ്കിലും ദൈവശക്തി നമ്മുടെ മേൽ വരുമ്പോൾ ആ ശക്തി നമ്മുടെ സകല ബലഹീനതകളെയും ഓവർകം ചെയ്യുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു, അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കുന്നു എന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കഷ്ടതയും കയ്യേറ്റവും ബുദ്ധിമുട്ടുമൊക്കെ ബലഹീനതയൊക്കെ ഞാൻ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അപ്പോൾ നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ കുറവുകളിൽ നമുക്ക് ശക്തി കുറവാണെങ്കിലോ, നമുക്ക് വേണ്ടവണ്ണം മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണമുള്ള അതിനുള്ള ആ കഴിവുകളില്ല എങ്കിൽ പോലും നാം ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവനാമത്തിലൂടെ നിൽക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ ശക്തന്മാരാക്കി കാലഘട്ടത്തിൽ നിർത്തും. നമ്മെ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായി തീരും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.